അപ്പോൾ ഇന്ന് പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ കാർഡ്സിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്കറിയാം, ഒരു കാർഡിൽ ഒരു ബോക്സിൽ എത്ര കാർഡ് ഉണ്ടാവും? 52 കാർഡ് ഉണ്ടാവും. ആ 52 കാർഡിൽ അത് ഇതുപോലെ, അതായത് ഒരു കാർഡിൽ നമുക്ക് എത്ര നമ്പർ ഉണ്ടാവും? 52 കാർഡ്സ് ഉണ്ടാവും. ആ 52 കാർഡ്സിൽ ഈ 4 സ്യൂട്ട്സ് ഉണ്ടാവും. അതായത് ക്ലബ്സ്, സ്പേഡ്സ്, ഡയമണ്ട്, ഹാർട്ട്. ഈ രണ്ടും റെഡിലാണ് ഉണ്ടാവുക. ഡയമണ്ട്, ഹാർട്ട് നമുക്ക് റെഡ് കളറിലാണ് ഉണ്ടാവുക. ക്ലബ്സും സ്പേഡ്സും ബ്ലാക്ക് കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ 52 കാർഡിൽ ഇതിൽ 13 എണ്ണം, ഇതിലും 13 എണ്ണം, ഇതിൽ 13 എണ്ണം, ഇതിൽ 13 എണ്ണം, അങ്ങനെയാണ് നമുക്ക് 52 കാർഡ്സ് വരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ കാർഡിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ 52 കാർഡിൽ 4 സ്യൂട്ട്സ് ഏതൊക്കെയാണ്? 4 സ്യൂട്ട്സ് എന്ന് പറയുന്നത് ക്ലബ്ബ്, സ്പേഡ്സ്, ഡയമണ്ട്, ഹാർട്ട്. ഇങ്ങനെ 4 സ്യൂട്ട്സ് ഉണ്ട്. 4 സ്യൂട്ട്സിലും ഓരോന്നിലും 13 കാർഡ് വീതം ഉണ്ടാവും. അപ്പോൾ 26 കാർഡ് ബ്ലാക്കും 26 കാർഡ് റെഡും ആയിരിക്കും. അതിൽ തന്നെ ഇപ്പോൾ ക്ലബ്സ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമുക്ക് ഇപ്പോൾ കാർഡ് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് കിങ്, ക്യൂന്, ജാക്ക്, ഇങ്ങനെ 3 എണ്ണം ഉണ്ടാവും. എല്ലാ ഇതിലും അതേപോലെ ഉണ്ടാവും. കിങ്, ക്യൂൻ, ജാക്ക് എന്നുള്ള കാർഡ് ഉണ്ടാവും. ഈ കാർഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഫേസ് കാർഡ്. ഫേസ് കാർഡാണ് കിങ്, ക്യൂൻ, ജാക്ക്. അപ്പോൾ ഇത് എല്ലാ ഇതിലും ഒരേപോലെ ഉണ്ടാവുക. ഇതിലും ഉണ്ടാവും, ഇതിലുണ്ടാവും, ഈ ഒരു ഇതിലുണ്ടാവും, എല്ലാ ഷേപ്പിലും അതേപോലെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ സ്പേഡ്സിൻ്റെതാണ് എടുത്തിട്ടുള്ളത്. സ്പേഡ്സ് ബ്ലാക്കിൽ കണ്ടില്ലേ? അപ്പോൾ ബ്ലാക്കിൽ വരുന്നത് കിങ്, ക്യൂന്, ജാക്ക് വന്നു. അപ്പോൾ ഈ കാർഡിനെ പറയുന്നത് ഫേസ് കാർഡ്. അതുപോലെ ഒരു ഏസ് എല്ലാ കാർഡിലും ഉണ്ടാവും. പിന്നെ നമുക്ക് നമ്പേഴ്സ് ആണ് ഉണ്ടാവുക. നമ്പേഴ്സ് എങ്ങനെയാണ്? 2 മുതൽ 10 വരെ നമ്പേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഓരോ സെറ്റിലും 13 കാർഡ് വീതമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കാർഡിന് നമ്മൾ ഫേസ് കാർഡ് എന്ന് പറയും. അതുപോലെ എല്ലാ ഇതിലും ഇതേപോലെ 13 കാർഡ്, ഒരു കിങ്, ഒരു ക്യൂന്, ഒരു ജാക്ക് ഉണ്ടാവും. അതുപോലെ ഒരു ഏസ് ഉണ്ടാവും. പിന്നെ 2 മുതൽ 10 വരെ നമ്പേഴ്സ് ഉണ്ടാവും. ഇതിന് രണ്ടിൻ്റെയും ബ്ലാക്ക് കളറിലാണ് ഉണ്ടാവുക. ഇത് രണ്ടും നമുക്ക് റെഡ് കളറിലാണ് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് കാർഡിൽ അറിയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ കിങ്, ക്യൂൻ ആൻഡ് ജാക്ക് ഓഫ് സ്പേഡ്സ് ആർ റിമൂവ്ഡ് ഫ്രം എ ഡെക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ് ആൻഡ് ദെൻ വെൽ ഷഫിൾഡ്. One card is selected from the remaining cards. Find the probability of getting a spade, പിന്നെ കിങ്. ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 52 കാർഡ്സ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ഏതൊക്കെ കാർഡ്സ് ആണ്? ഈ സ്പേഡ്സിൻ്റെ കിങ്, ക്യൂൻ, ജാക്ക് നമ്മൾ റിമൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഔട്ട്കംസ് ഡിവൈഡ്, അതായത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. അപ്പോൾ ഇവിടെ 52 കാർഡിൽ നിന്ന് ഈ 3 കാർഡ് നമ്മൾ എടുത്ത് മാറ്റുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ കാർഡ് എന്ന് പറയുന്നത് അവിടെ എന്താ വരിക? ടോട്ടൽ കാർഡ് 52 മൈനസ് 3 എന്ന് പറയുന്നത് 49 ആയി. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി, സ്പേഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സ്പേഡ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എങ്ങനെയാണ് വരിക? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് സ്പേഡ്സിൽ നമുക്ക് ഏതൊക്കെ പോയി? 3 കാർഡ് പോയി. ഓരോ കാർഡിലും എത്ര വീതം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്? 13 കാർഡ്സ് ആണ് ഉണ്ടാവുക. 13 കാർഡ്സിൽ 3 എണ്ണം നമ്മളത് പോയി. കിങ്, ക്യൂൻ, ജാക്ക് നമ്മൾ എടുത്തു മാറ്റുകയാണെങ്കിൽ അവിടെ സ്പേഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 10 ബൈ ടോട്ടൽ കാർഡ് 3 എണ്ണം എടുത്തു മാറ്റിയത് കൊണ്ട് നമ്മളെ ടോട്ടൽ കാർഡ് എന്ന് പറയുന്നത് 49 ആണ്. അപ്പോൾ 10 ബൈ 49 ആണ് സ്പേഡ് കിട്ടാനുള്ള ചാൻസ്. ഇനി ഇവിടെ കിങ് കിട്ടാനുള്ളത്, ഇപ്പോൾ ഇതിലുള്ള കിങ് മാത്രമേ പോയിട്ടുള്ളൂ. എല്ലാ ഇതിലും കിങ് ഉണ്ടാവും. അപ്പോൾ ഇതിലൊരു കിങ് ബാക്കിയുണ്ട്, ഇതിൽ അപ്പോൾ 3 കിങ് ബാക്കിയുണ്ട്. 3 ബൈ 49 ആണ് കിങ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് കിങ് എന്ന് പറയുന്നത് 3 ബൈ 49. അപ്പോൾ കാർഡിനെ പറ്റി കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓരോന്നിലും 13 ഉണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മാത്രമാണ് 3 കാർഡ് റിമൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് 3 കാർഡ് പോയി കഴിഞ്ഞാൽ അതിൽ 13 കാർഡിൽ 10 ആണ് ബാക്കിയുള്ളത്. അപ്പോൾ സ്പേഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 10 ബൈ 49. ഇനി കിങ് കിട്ടാനുള്ള 4 കിങ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഒരു കിങ് നമ്മൾ എടുത്ത് മാറ്റിയത് കൊണ്ട് ഇനി ബാക്കി 3 കിങ് ഉണ്ട്. അപ്പോൾ 3 ബൈ 49. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 card is drawn from a well shuffled deck of 52 cards. Find the probability of getting a king of red color. King of red color ആണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്കറിയാം പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇവിടെ നമുക്ക് 52 കാർഡ്സ് ആണ് ഉള്ളത്. 52 കാർഡ്സ് നമ്മൾ ഇവിടെ എഴുതി. ഇനി ഇവിടെ കിങ് ഓഫ് റെഡ് കളർ. ഇപ്പോൾ ഈ 4 സ്യൂട്ട്സിലും ഓരോ കിങ് വീതം ഉണ്ടാവും. നമുക്ക് കിങ് റെഡ് കളറിലുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഇതിലൊരു കിങ് ഉണ്ടാവും, ഇതിലും ഒരു കിങ് ഉണ്ടാവും, ഹാർട്ടിൻ്റെ ഇതിലും ഒരു കിങ് ഉണ്ടാവും, ഡയമണ്ടിലും ഒരു കിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 2 കിങ്. അപ്പോൾ 2/52. 2/52 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/26. അതിനെ ഷോർട്ട് ആക്കിയിട്ട് എഴുതുക. ഇനി ഫേസ് കാർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫേസ് കാർഡ് ഏതൊക്കെയാണ്? കിങ്, ക്യൂൻ, ജാക്ക്. ഈ 3 ഫേസ് കാർഡ്. ഈ 3 ഫേസ് കാർഡും എല്ലാ ഇതിലും ഉണ്ടാവും, 4 സ്യൂട്ട്സിലും ഉണ്ടാവും. അപ്പോൾ 4 × 3 എന്ന് പറയുന്നത് 12. അപ്പോൾ ഫേസ് കാർഡ് എന്ന് പറയുന്നത് 12 ടോട്ടൽ കാർഡ് 52. അപ്പോൾ ഇതിൽ 3, ഇതിൽ 3, ഇതിൽ 3, ഇതിൽ 3, അങ്ങനെ 12/52. 12/52 ഇതിന് നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 3 ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/13. അപ്പോൾ 3/13 എന്ന് വരും. ഇനി റെഡ് ഫേസ് കാർഡാണ് ചോദിക്കുന്നത്. റെഡ് ഫേസ് കാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ റെഡ് ഫേസ് കാർഡ് ഇതിൽ എത്ര ഉണ്ടാവും? ഇതിൽ 3 ഫേസ് കാർഡ് ഉണ്ടാവും, ഇതിൽ 3 ഫേസ് കാർഡ് ഉണ്ടാവും. അപ്പോൾ 6/52. 6/52 ആണ് നമുക്ക് കിട്ടുന്നത്. 6/52 എന്ന് പറയുമ്പോൾ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 26. അപ്പോൾ 3/26 റെഡ് ഫേസ് കാർഡ്. അതേപോലെ തന്നെയാണ് ബ്ലാക്ക് ഫേസ് കാർഡ് ചോദിച്ചു കഴിഞ്ഞാലും 6/52 തന്നെയാണ് വരിക. അപ്പം മൊത്തം നമുക്ക് ഇവിടെ ഫേസ് കാർഡ് 12/52 അല്ല. അപ്പോൾ ഇതിൽ 6, ബ്ലാക്കിൽ 6, റെഡിൽ 6, അങ്ങനെയാണ് ഉണ്ടാവുക. ജാക്ക് ഓഫ് ഹാർട്ട്സ്. അപ്പോൾ ഇതിൽ ഹാർട്ടിൻ്റെ ജാക്ക് എന്ന് പറയുന്നത് ഒറ്റ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1/52 ആണ് അതിൻ്റെ ആൻസർ. ഇനി സ്പേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ ഓരോന്നിലും 13 കാർഡാണ്. അപ്പോൾ സ്പേഡ്സ് എത്ര എണ്ണം ഉണ്ടാവുക? 13. അപ്പോൾ സ്പേഡ്സ് എന്ന് പറയുന്നത് ഇവിടെ 13/52 ആണ് വരിക. സ്പേഡ്സിൽ 13/52. ദ ക്യൂൻ ഓഫ് ഡയമണ്ട്സ്. ഡയമണ്ട്സിൽ ക്യൂൻ എല്ലാം ഓരോന്ന് വീതമാണ് ഉണ്ടാവുക. അപ്പോൾ ക്യൂൻ ഓഫ് ഡയമണ്ടിൽ നമുക്ക് എത്രയാണ് വരിക? 1/52. ഇങ്ങനെയാണ് കാർഡിൻ്റെ ക്വസ്റ്റ്യൻ. കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ. 1 card is drawn from a pack of 52 cards, each of the 52 cards being equally likely to be drawn. Find the probability that the card drawn is an ace. പിന്നെ neither king nor queen ആണ്. A king or a queen, a red card. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഏസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് നമുക്കറിയാം. ഇതിലൊന്നുണ്ടാവും, ഇതിൽ ഇങ്ങനെ 4 ഏസ് കാർഡ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4/52 ആണ്. 4/52 എന്ന് പറയുമ്പോൾ 1/13 വരും. 1/13 കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നൈദർ കിങ് നോർ ക്യൂൻ. അപ്പോൾ എത്ര കിങ് ഉണ്ടാവും? 4 കിങ് ഉണ്ടാവും, അതുപോലെ 4 ക്യൂൻ ഉണ്ടാവും. അപ്പോൾ 4 കിങ്ങും 4 ക്യൂനും ആവുമ്പോൾ 8 കാർഡ്. അപ്പോൾ അതല്ലാതെ ബാക്കിയുള്ള കാർഡാണ് വേണ്ടത്. അപ്പോൾ 52-ൽ നിന്ന് 8 മൈനസ് ചെയ്യുക. 52-ൽ നിന്ന് 8 മൈനസ് ചെയ്യുമ്പോൾ 44. അപ്പോൾ 44/52 ആണ് വരിക. 44/52 എന്ന് പറയുമ്പോൾ 11/13 കിട്ടും. 4 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 11 ആയി. ഇതിനെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 13 ആയി. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കിങ് ഓർ എ ക്യൂൻ. അപ്പോൾ 4 കിങ് ഉണ്ട്, 4 കിങ്ങും 4 ക്യൂനും ആണ് ഉള്ളത്. അപ്പോൾ 4 കിങ്ങും 4 ക്യൂനും ആവുമ്പോൾ അവിടെ 8 ആയി. 8 കിങ്ങും ക്യൂനും കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ 8/52 ആണ്. 8/52 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? നമുക്ക് 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2/13 വരും. ഇവിടെ കിങ്ങും ക്യൂനും അല്ലാത്ത കാർഡാണ്. ഇതിലാണെങ്കിൽ ആ കിങ് അല്ലെങ്കിൽ ക്യൂന്. അപ്പോൾ കിങ്ങും ക്യൂനും കിട്ടാനുള്ള ചാൻസ്, കിങ് 4 ഉണ്ടാവും, ക്യൂന് 4 ഉണ്ടാവും. അങ്ങനെ 8 കാർഡ്. 8/52 2/13 വന്നു. ഇനി റെഡ് കാർഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഇവിടെ ഇതിൽ 13 റെഡ് കാർഡ് ഡയമണ്ടിൻ്റെ ഉണ്ടാവും, 13 റെഡ് ഹാർട്ടിൻ്റെത് ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും കൂടി 13 + 13 26. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 26/52 ആണ്. 26/52 എന്ന് പറയുമ്പോൾ അവിടെ 1/13 കിട്ടും. അപ്പം അങ്ങനെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ കാർഡിൻ്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.